Hello friends, welcome back. You can see the title of today's topic, Economies of Scale and also Diseconomies of Scale. Okay, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, നമ്മളിവിടെ കുറച്ച് ടേം മനസ്സിലാക്കണം. എക്കോണമീസ് ഓഫ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് റിലേറ്റഡ് ടു ദി ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. സിമ്പിളായിട്ട് പറയാം. Or economies of scale, we can simply say advantages or benefits that reaped or harvested or attained by a firm on account of large scale production. Okay, സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാം. എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്, സിമിലർലി ഫാക്ടറി, മെഷീൻസ്, സൈസ് ഓഫ് പ്ലാന്റ് എന്താണ് എൻലാർജ് ചെയ്യാണ്, ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫേമിന് ലഭിക്കുന്ന അഡ്വാൻറ്റേജസിന്, നേട്ടങ്ങളെ, ബെനിഫിറ്റ്സിനെ, റിട്ടേൺ വിളിക്കുന്ന പേരാണെന്ത്? എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ത്? ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ. പേര് കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. Economies of scale are advantages that attained by a firm on account of large scale production. Diseconomies of scale, disadvantages or problems, complexities or difficulties associated with a large scale production. Okay, simple ആയിട്ട് മനസ്സിലാക്കുക. So economies of scale, here scale of production that simply indicates size of a firm. Scale of production, small scale of production and large scale of production. This topic is associated with the large scale of production. Okay, ഉൽപാദനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ആ ഫേമിന് ലഭ്യമാകുന്ന ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസിന് വിളിക്കുന്ന പേരാണെന്ത്? എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, ബൈ എക്കോണമീസ് ഓഫ് സ്കെയിൽ വി മീൻ all those advantages or benefits in large scale production. Okay, advantages or benefits associated with a large scale production. Okay, we can simply define economies of scale like this. A firm may experience economies of scale if cost per unit of output, this is the key word. Okay, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടേമിൽ, ഓരോ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഓരോ കീവേഡ് തരുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. സി, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് സിമ്പിൾ. ആവറേജ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എ ഫേം മേ എക്സ്പീരിയൻസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ഓർ അഡ്വാൻറ്റേജസ് ഇഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫാൾ. ആവറേജ് കോസ്റ്റ് കുറയാണ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് മീൻസ് ആവറേജ് കോസ്റ്റ് ഫാൾ as the scale of production increases. ഫേമിൻ്റെ ഉൽപാദനം, ഫേമിൻ്റെ സൈസ്, പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്, ഇത് നമ്മൾ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും കണക്ട് ചെയ്ത് പഠിക്കാം അല്ലേ? റിട്ടേൺസ് ടു സ്കെയിൽ, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ചേഞ്ച് ഇൻ ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സൈമൾട്ടേനിയസ്ലി ഇൻ എ പ്രൊപ്പോർഷനേറ്റ് മാനർ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. കാരണം ദ ലോങ് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അവിടെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? വേരിയബിൾ ആണ്. അതുപോലെ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? സ്കെയിൽ ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ്. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? എൻലാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഫേമിന് എന്താണ് ലഭ്യമാകുന്നത്? ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആവറേജ് കോസ്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നു. അത് ഫേമിന് എന്താണ്? ലോട്ട്സ് ഓഫ് അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ദാറ്റ് സിംപ്ലി നോൺ ആസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, നെക്സ്റ്റ് ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇവിടെ എന്താണ്? അഡ്വാൻറ്റേജസ് ആണ്. Diseconomies of scale എന്താണ്? Disadvantages ആണ്, loss ആണ്. Okay, that we will discuss. Okay, another important point is that economies of scale, that we can group it into two types of economies of scale. First one, internal economies of scale or internal economies, and second one, external economies of scale or external economies, that we are going to discuss. We can see two types of economies of scale, that is internal economies and also external economies.
ഓക്കെ, ഈ ടോപ്പിക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി. ബിഗ്ഗർ ഈസ് ബെറ്റർ എന്തൊരു ടേം കേട്ടിട്ടുണ്ട് നമ്മൾ, ബിഗ്ഗർ ഈസ് ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ബിഗ്ഗർ ഈസ് ബെറ്റർ ഓർ ബിഗ്ഗർ ഈസ് ബെറ്റർ ദാൻ സ്മോൾ. ഓക്കെ, സൈസ് ഓഫ് ദ ഫേം എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഫേമിന് അത്രക്കും എന്താണ് അഡ്വാൻറ്റേജസ് കിട്ടുകയാണ്. യൂണിറ്റ് കോസ്റ്റ് കുറയാണ്, അവർക്ക് കോസ്റ്റ് സേവ് ചെയ്യാം, കോസ്റ്റ് ഗണ്യമായിട്ട് കുറക്കാം, ആവറേജ് കോസ്റ്റ്. ദറ്റ് ഈസ് ഇൻ എ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. വി ക്യാൻ റെപ്രസെന്റ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ ഇൻ എ സിമ്പിൾ ഗ്രാഫ്. ഓക്കെ, എല്ലാ ടോപ്പിക്സിനും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റിയാൽ എക്സാമിന് ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റും. സോ വി ക്യാൻ സിംപ്ലി സേ ബിഗ്ഗർ ഈസ് ബെറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടാറ്റ ഇൻഡസ്ട്രി നാനോ കാർ പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ, ദ ചീപ്പസ്റ്റ് കാർ ഇൻ ദ വേൾഡ്, അങ്ങനെ ആയിരുന്നു ടാഗ് ലൈന്. കുറഞ്ഞ വിലയിൽ എന്താണ് നാനോ കാർ ലഭ്യമാക്കി. കാരണം എന്താ, ദറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എക്കോണമീസ് ഓഫ് സ്കെയിൽ. ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ വഴി രത്തൻ ടാറ്റയ്ക്ക് അഥവാ ടാറ്റ ഇൻഡസ്ട്രിക്ക് എന്താണ് ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ കാറ് നിർമ്മിക്കാൻ സഹായിച്ചു. കാരണം എന്താ, ആവറേജ് കോസ്റ്റ് അത്രക്ക് ഗണ്യമായിട്ട് കുറക്കുക. കാരണം എന്താ, സ്റ്റീലിൻ്റെ രാജാവാണ് ആര്, നമ്മുടെ രത്തൻ ടാറ്റ ഇൻഡസ്ട്രി. ഓക്കെ, കാരണം ഒലിഗോപ്പൊളി മാർക്കറ്റിൻ്റെ എക്സാമ്പിളാണ് നേർക്കുന്നത് കാർ ഇൻഡസ്ട്രി. ബട്ട് ഒലിഗോപ്പൊളി മാർക്കറ്റിൽ നമുക്കറിയാം റിജിഡിറ്റി ഇൻ പ്രൈസ് ഉണ്ട് അല്ലേ, ഫിക്സ്ഡ് പ്രൈസ് ആണ് ഒരു പോയിന്റിൽ, അവിടുന്ന് പ്രൈസ് കൂട്ടില്ല കുറക്കില്ല. ടോപ്പിക്ക് നമുക്കറിയാം ഒലിഗോപ്പൊളി മാർക്കറ്റ്. ബട്ട് ഇങ്ങനെ റിജിഡിറ്റി ഉണ്ടെങ്കിലും ടാറ്റ ഇൻഡസ്ട്രിക്ക് കാറിൻ്റെ വില കുറക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്, എക്കോണമീസ് ഓഫ് സ്കെയിൽ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് കണക്ട് ദ പോയിന്റ് റൈറ്റ്. അപ്പോൾ ബിഗ്ഗർ ഈസ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് സ്മോൾ സൈസ് ഓഫ് ദ ഫേമിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ലാഭകരമാണ്, അഡ്വാൻറ്റേജസ് ആണെന്ത്, ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഇപ്പോൾ വലിയ വലിയ ഫാക്ടറിയൊക്കെ നിങ്ങൾ ജൈജാൻറ്റിക് മെഷീൻസ്, സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ് ഒക്കെ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അവർക്ക് ബൾക്കായിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങാൻ പറ്റും, ബാങ്കിൽ നിന്ന് ചീപ്പായിട്ട് ലോണ് കിട്ടും. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് എന്താണ് ആ ഫേമിന് ലഭ്യമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ദ എക്കോണമീസ് ഓഫ് സ്കെയിൽ. അത് ആ ഫേമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ബെനിഫിറ്റ് കിട്ടുക. ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ്സ് അസോസിയേറ്റഡ് ടു ദ ഫേം ഇറ്റ് സെൽഫ് ഓർ വിത്തിൻ ദ ഫേം. then the term we can use internal economies. Okay, simple ആയിട്ട് പറയാം, internal economies represent the benefits or the return or the advantages enjoyed by the firm itself. or internal എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ internal body or internal trade എന്ന് പറയും അല്ലേ, that is exchange of goods and services within the country. രാജ്യത്തിന് ഉള്ളിലാണെങ്കിൽ എന്താണ് internal trade, domestic trade. കാരണം എന്താ, within the country ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡ് ആണ്. അതേ ടെക്നിക്ക് ഇവിടെ ഉപയോഗിക്കുക. ഇന്റേണൽ എക്കോണമീസ് ആണ് ദ ബെനിഫിറ്റ്സ് ദാറ്റ് എൻജോയ്ഡ് ബൈ ദ ഫേം ഇറ്റ് സെൽഫ് ഓർ വിത്തിൻ ദ ഫേം. ഓക്കെ, എക്സ്റ്റേണൽ എക്കോണമീസ് എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ഒക്കർ ഔട്ട്സൈഡ് ഓഫ് എ ഫേം ബട്ട് വിത്തിൻ ആൻ ഇൻഡസ്ട്രി. വി വിൽ ഡിസ്കസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. കോംപ്ലിക്കേറ്റഡ് അല്ല കേട്ടോ, സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കുറയുമെന്നാണ് പറയുന്നത്. കാരണം സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് മേ ഹാപ്പൺ ഇൻ ദി ലോങ് റൺ. ഹിയർ ആവറേജ് കോസ്റ്റ് വി ക്യാൻ സിംപ്ലി സേ ഇന്റേണൽ എക്കോണമീസിൻ്റെ ഭാഗമായിട്ട്. കാരണം നല്ല സൂപ്പർ ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്യാം, മാനേജീരിയൽ എഫിഷ്യൻസി, ഡിവിഷൻ ഓഫ് ലേബർ, ഇങ്ങനെ ബന്ധപ്പെട്ട് നല്ല മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് വരും, അവർക്ക് ചീപ്പായിട്ട് റോ മെറ്റീരിയൽസ് കിട്ടും. ഇങ്ങനെ എല്ലാം വരുന്നത് എന്താണ്, ഇന്റേണൽ എക്കോണമീസ് ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം, ആവറേജ് കോസ്റ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് ബൈ ക്യൂ. ഓക്കെ, ദിസ് ഈസ് ദ ഫോർമുല. അപ്പോൾ ഇവിടെ ഇന്റേണൽ എക്കോണമീസ് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ആണ്. നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് കൂടും, ഷുവറാണ് അല്ലേ. നമ്മൾ ഫേം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും അവിടെ ടോട്ടൽ കോസ്റ്റ് കൂടും. ബട്ട് അതിനേക്കാളും കൂടുതലായിട്ട് എന്താണ്, യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ എക്സ്പാൻഡ്. ഓക്കെ, നമ്മുടെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, പ്രൊഡക്ഷൻ ബൾക്കായിട്ട് കൂടുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡിനോമിനേറ്ററിൽ അല്ലേ, ഡിനോമിനേറ്റർ ഇങ്ങനെ കൂടിപ്പോവാണ്, ന്യൂമറേറ്റർ കുറഞ്ഞ രീതിയിലാണ് പോകുന്നത്. കാരണം ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ എ ഫാസ്റ്റർ ദാൻ ദാറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ്. സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ആവറേജ് കോസ്റ്റ് കുറയും. അതാണ് എന്ത് സംഭവിക്കുന്നത്, ഇന്റേണൽ എക്കോണമീസിൽ സംഭവിക്കുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം നമ്മൾ പറഞ്ഞു എക്കോണമീസ് ഓഫ് സ്കെയിൽ ഹാപ്പൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ദാറ്റ് ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ആവറേജ് കോസ്റ്റ് വിൽ ഫാൾ വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ്, ദാറ്റ് ഈസ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ.
അപ്പോൾ ഇവിടെ ഇന്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത് എൻജോയ്ഡ് ബൈ ദ ഫേം ഇറ്റ് സെൽഫ് ആണ്, അത് വിത്തിൻ ദ ഫേം ആണ്. ഓക്കെ, അങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആവറേജ് കോസ്റ്റ് കുറയും. കാരണം എന്താണ്? ഔട്ട്പുട്ട് കൂടും, ഗണ്യമായിട്ട് കൂടും, ബട്ട് ടോട്ടൽ കോസ്റ്റ് എന്താണ്? കുറച്ചേ കൂടുള്ളൂ. കാരണം എന്താ? നല്ല ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ, നല്ല മെഷീനറീസ്, അതുപോലെ മാനേജ്മെന്റ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഷെയറായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആവറേജ് കോസ്റ്റ് കുറയും. Isn't it? അപ്പോൾ here we need to discuss what are the major internal economies. Internal economies of scale ഒരു ഫേമിന് ഇത്ര അഡ്വാൻറ്റേജസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? That is what are the areas or types of internal economies. We can simply list out the types of internal economies like this, technological economies. That is company can install super technology. കാരണം എന്താ? ഫേമിൻ്റെ സൈസ് വളരെയധികം കൂടാണ്, ബിഗ്ഗർ ആണ് അല്ലെ? ബിഗ്ഗർ ഈസ് ബെറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നല്ല നല്ല ടെക്നോളജീസ്, നല്ല ഉഷാറായിട്ട് മെഷീൻസൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ മാർക്കറ്റിംഗ് എക്കോണമീസ്, ട്രേഡിംഗ് എക്കോണമീസ്, നമുക്ക് നല്ല മാർക്കറ്റിൻ്റെ ഷെയർ ഗണ്യമായിട്ട് കൂടും, നമുക്ക് നല്ല അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം എന്താ? കുറഞ്ഞ പ്രോഡക്ട്സിന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും കോസ്റ്റ് സെയിം ആയിരിക്കും, ബട്ട് അതേ അഡ്വർടൈസ്മെൻറ്റ് തന്നെ മതി എന്ത്? നമ്മൾ എത്ര കൂടുതൽ പ്രോഡക്ട്സ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് മിനിമം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫൈനാൻഷ്യൽ എക്കോണമീസ്, ഓക്കെ, നിങ്ങൾക്ക് ലോണൊക്കെ എന്താണ് വളരെ ചീപ്പായിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ നിങ്ങളെ ഷെയറൊക്കെ വിൽക്കാണ്ട് ചൂടപ്പം പോലെ വിറ്റ് പോകും. ഓക്കെ, ഷെയർ വിൽക്കാൻ പറ്റും, ഡിബഞ്ചർ വിറ്റിട്ടൊക്കെ എന്താണ്? യു ക്യാൻ മൊബിലൈസ് ഇനഫ് ഫണ്ട് ആൻഡ് യു ക്യാൻ ഓൾസോ ഗെറ്റ് ഫൈനാൻസ് ഓർ ഫണ്ട് ഫ്രം ബാങ്ക് അറ്റ് ചീപ്പർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കാരണം എന്താ? കുറഞ്ഞ നിരക്കിൽ കിട്ടും. കാരണം എന്താ? നിങ്ങൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിഗ് ഫേമാണ്, നിങ്ങൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഹയർ ആണ്, നിങ്ങളെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അഥവാ ക്രെഡിറ്റ് വർത്തിനെസ്, വായ്പ എടുത്തത് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് വൈ യു വിൽ ഗെറ്റ് ലോൺ അറ്റ് ചീപ്പസ്റ്റ് റേറ്റ് ആൻഡ് യു ക്യാൻ മൊബിലൈസ് ദ ഫണ്ട്. ദാറ്റ് ഈസ് ഫൈനാൻഷ്യൽ എക്കോണമീസ്. ഓക്കെ, similarly managerial economies, you can adopt division of labor, specialization, etc. Then risk distribution economies, etc. That is also very important. Risk distribution economies, you can diversify your products, you can spread the risk. ഓക്കെ, ഇപ്പോൾ റെപ്യൂട്ടഡ് ഫേം ആണ്, ചെറിയ നഷ്ടം വന്നാലും നിങ്ങൾക്ക് എന്താണ്? മറ്റൊരു ഭാഗത്ത് കൂടി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒത്തിരി ബൈ പ്രോഡക്ട്സ് ആയിട്ടും അതുപോലെ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്താണ്? വളരെ ചീപ്പായിട്ട് ലഭ്യമാകും. കാരണം എന്താ? നിങ്ങൾ ബൾക്കായിട്ടാണ് വാങ്ങുന്നത്, ഒരുപാട് പ്രോഡക്ട്സ് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണ്. ദെൻ യു വിൽ ഗെറ്റ് പ്രോഡക്ട്സ് അറ്റ് cheaper rate. ഓക്കെ, ദീസ് ആർ ദ മേജർ ഇന്റേണൽ എക്കോണമീസ്. അപ്പോൾ നിങ്ങളിവിടെ ഈ ടെക്നിക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക. സിമിലർലി എക്സ്റ്റേണൽ എക്കോണമീസ്. എക്സ്റ്റേണൽ എക്കോണമീസ് occur outside of a firm but within an industry. ഇവിടെ നിങ്ങളൊരു ടേം ഓർക്കണേ. സി, ഫേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഇൻ ആൻ ഇൻഡസ്ട്രി. ഒരുപാട് ഫേം ചേർന്നതാണെന്ത്? ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഇൻഡസ്ട്രി. കാരണം എക്കോണമീസ് ഓഫ് സ്കെയിൽ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഏരിയ, ആ ഇൻഡസ്ട്രിയിൽ എന്താണ്? എല്ലാവർക്കും ബെനിഫിറ്റ്സ് കിട്ടുകയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇപ്പോൾ ബാംഗ്ലൂർ അല്ലേ IT ഹബ്ബാണ്. അതുപോലെ ഒരുപാട് നമുക്കറിയാം സൂപ്പർ സിറ്റീസ് എമർജ് ചെയ്തു ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ സെറ്റപ്പ്, ഇൻഡസ്ട്രീൻ്റെ ലൊക്കേഷൻ. അവിടെ നല്ല റോഡ് വരും, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, സെപ്പറേറ്റ് എയർപോർട്ട് വരെ വരാൻ സാധ്യതയുണ്ട്, റെയിൽവേ ലൈന് വരും. അതുപോലെ പവർ സപ്ലൈ, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി എന്താണ്? ചീപ്പായിട്ട് ലഭ്യമാവും. ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി പ്രോഗ്രാംസ്, മെഷേഴ്സ്, സബ്സിഡി ഒക്കെ എന്താണ്? ആ ഏരിയക്ക് പാസ്സാകും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരും. അങ്ങനെ എക്സ്റ്റേണൽ എക്കോണമീസ്, isn't it? That is occur outside of a firm but within an industry. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്റ്റേണൽ എക്കോണമീസിൽ വരുന്നത് ആവറേജ് കോസ്റ്റ് is equal to ടോട്ടൽ കോസ്റ്റ് ബൈ Q. ഇവിടെ ഔട്ട്പുട്ട് അല്ല കൊടുക്കുന്നത്. കാരണം എന്താ? ഒരു ഫേമിൻ്റെ വിത്തിൻ ദ ഫേം അല്ല, ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഫേം ആണ്. ഇന്റേണൽ എക്കോണമീസ് പറഞ്ഞാൽ ഫേമിന് തന്നെ എന്താണ്? കൺട്രോൾ ചെയ്യാം, മാനേജ് ചെയ്യാം. ഇവിടെ എന്താണ്? ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ദ ഫേം ആണ്. ഓക്കെ, ഫേമിൻ്റെ മാനേജ്മെൻറ്റിന് അതിലെന്താണ്? ബന്ധമില്ല. അവിടെ ഔട്ട്പുട്ട് കൂടുന്നില്ല, ബട്ട് എന്താ ചെയ്യുന്നുണ്ട്? ടോട്ടൽ കോസ്റ്റ് കുറയാണ്. കാരണം എന്താ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്നു. അതുപോലെ ഒത്തിരി നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബറേഴ്സിനെ നമുക്ക് അവിടെ നിന്ന് എന്താണ്? മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഒത്തിരി ഇൻഫോർമേഷൻ കാര്യങ്ങൾ എന്താണ്? കോമൺ ആയിട്ട് അവിടെ സ്പ്രെഡ് ചെയ്യുന്നു. അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരു സിംഗിൾ ഏജൻസിനെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുമ്പം അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും ലഭിക്കുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണ് എന്ത്? എക്സ്റ്റേണൽ എക്കോണമീസ്. അപ്പോൾ ഇവിടെ എന്താണ്? ആവറേജ് കോസ്റ്റ് കുറയുന്നുണ്ട് ഇവിടെയും, ബട്ട് ഇവിടെ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറയാണ്. മൊത്തമായിട്ടുള്ള ഇൻഡസ്ട്രിക്ക് തന്നെ കോസ്റ്റ് കുറയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്റ്റേണൽ എക്കോണമീസ്. അപ്പോൾ എക്സ്റ്റേണൽ എക്കോണമീസിൽ വരുന്ന പ്രധാനപ്പെട്ട ടൈപ്സ് ഏതാണെന്ന് നോക്കാം.
ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ എക്കോണമീസ്, എക്കോണമീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓർ ലോക്കലൈസേഷൻ. ഒത്തിരി ബൈ പ്രോഡക്ട്സ് അവിടെ വരുന്നു, ഒരുപാട് ഫേംസ് അവിടെ വരുന്നു, ഒരുപാട് സബ്സിഡിയറി ഏജൻസി വരുന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ കാർ ഇൻഡസ്ട്രി, ഒത്തിരി കാർ മാനുഫാക്ചറിങ് കമ്പനീസ് വരികയാണെങ്കിൽ അതിൻ്റെ ഗ്രീസ്, അതുപോലെ ടയർ മാനുഫാക്ചർ ചെയ്യുന്നു, ഇങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ വരുന്നു. അതുപോലെ എക്കോണമീസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ആൾസോ എക്കോണമീസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ. ഓക്കെ, സെപ്പറേറ്റ് ഫേംസ് എന്ത് ചെയ്യും, ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു, വളരെ ചീപ്പായിട്ട് പ്രോഡക്ട്സ് ലഭ്യമാക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്നതാണ് എന്ത്, എക്സ്റ്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടോപ്പിക്കുമായിട്ട് നിങ്ങളൊരു ടേമും കൂടി ഓർത്തിരിക്കുക, പെക്യൂനിയറി എക്കോണമീസ്. ഓക്കെ, പെക്യൂനിയറി എക്കോണമീസ്. ഇത് മീൻ ചെയ്യുന്നത്, you will get inputs or raw materials or loan at cheaper rate. ഓക്കെ, എക്കോണമീസ് ഓഫ് സ്കെയിലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ്, അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ എല്ലാ കോസ്റ്റുകളും, നമ്മളെ ഇൻപുട്സിൻ്റെ കോസ്റ്റ് ഗണ്യമായിട്ട് കുറയുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇൻപുട്ട് കോസ്റ്റ് കുറഞ്ഞ് വരുന്ന ആ രീതിയിൽ വരുന്ന അഡ്വാൻറ്റേജസിന് വിളിക്കുന്ന പേരാണെന്ത്, പെക്യൂനിയറി എക്കോണമീസ്. ഓക്കെ, അതുപോലെ റിയൽ എക്കോണമീസ് ഉണ്ട്. റിയൽ എക്കോണമീസ് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ മാനേജീരിയൽ, അതുപോലെ ടെക്നോളജി, സ്പെഷ്യലൈസേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ വഴി ഒരു ഫേമിൻ്റെ എഫിഷ്യൻസി കൂടിയിട്ട് എക്കോണമീസ് ഓഫ് സ്കെയിൽ വരികയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്, റിയൽ എക്കോണമീസ്. ഓക്കെ, ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാം, പെക്യൂനിയറി എക്കോണമീസ്. ഹിയർ the firm gets raw materials and all other inputs at cheap rate. ഓക്കെ, ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് കിട്ടുക, അതിനൊക്കെ വിളിക്കുന്ന പേരാണ് പെക്യൂനിയറി എക്കോണമീസ്. അതുപോലെ ഇവിടെ എഫിഷ്യൻസി, ഒരു ഫേമിൻ്റെ എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ്. കാരണം നല്ല ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ, ഇങ്ങനെയൊക്കെ വരുന്നത് വഴി കിട്ടുന്ന അഡ്വാൻറ്റേജസിന് വിളിക്കുന്ന പേരാണെന്ത്, റിയൽ എക്കോണമീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് അബൌട്ട് ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ. Diseconomies of scale. What is the first point that we have already mentioned? Here, it is the just opposite of economies of scale. Here, advantages in large scale production. But here, disadvantages in large scale production. ഒരുപാട് കാരണം ഉൽപാദനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുന്നത് വഴി, ഫേമിൻ്റെ സൈസ്, പ്ലാന്റിൻ്റെ സൈസ് കൂട്ടുന്നത് വഴി എന്തെല്ലാം ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ കോംപ്ലക്സിറ്റീസ്, പ്രോബ്ലംസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ആർ നോൺ ആസ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. സിംപ്ലി വി ക്യാൻ സേ ഹിയർ ഇൻക്രീസ് ഇൻ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഇവിടെ എന്തായിരുന്നു, ഡിക്രീസ് ഇൻ ആവറേജ് കോസ്റ്റ് ആയിരുന്നു. ഓക്കെ, യു ക്യാൻ കമ്പയർ ഇറ്റ്. ഇൻക്രീസ് ഇൻ ആവറേജ് കോസ്റ്റ് ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, സീ ഹിയർ വി ക്യാൻ സിംപ്ലി സേ ആവറേജ് കോസ്റ്റ്, ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ് ദാറ്റ് ഈസ് ഇൻക്രീസിങ് ട്രമെൻഡസ്ലി. ടോട്ടൽ കോസ്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് കൂടുന്നു, ബട്ട് ഔട്ട്പുട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻക്രീസിങ് ഇൻ എ ലെസ്സർ എമൗണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റി കൂടുന്നത് കുറവും ടോട്ടൽ കോസ്റ്റ് കൂടാണ്. എന്തായിരിക്കും റിസൾട്ട്, ആവറേജ് കോസ്റ്റ് വിൽ ഇൻക്രീസ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലായി എക്കോണമീസ് ഓഫ് സ്കെയിലും ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, ഞാനൊരു കാർ എടുത്തു. ഓക്കെ, ഞാൻ കാറ് ഡ്രൈവ് ചെയ്യുന്നു. ഞാൻ തനിച്ചാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. കാറിലെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 പേർക്ക് ഷെയറായിട്ട് ഇരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നു. അതിൻ്റെ ഫുൾ കോസ്റ്റ് 100 രൂപയാണെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കാർ ഡ്രൈവ് ചെയ്യുന്നു. ആവറേജ് കോസ്റ്റ് എത്ര, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ട്രാവലർ ഞാനാണ്, ദാറ്റ് ഈസ് 100/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഹൈ കോസ്റ്റ് ആണ് അല്ലേ. എന്നാൽ ഞാൻ 2 പേരെ ആക്കി. ഞാൻ എൻ്റെ കാറിൽ ഒരാളും കൂടി ഞാൻ എന്ത് ചെയ്തു, യാത്രക്ക് കൂട്ടി. then 2 പേരായി. ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്തു, 100 രൂപയാണ്. കാരണം പെട്രോളൊക്കെ അതന്നെ മതി. 100 രൂപ ഡിവൈഡഡ് ബൈ 1ന് പകരം 2, 2 ആളുണ്ട്. then ആവറേജ് കോസ്റ്റ് 50 ആയി. then മൂന്നാമത് ഒരാളെ ഞാൻ കയറ്റി. then ആവറേജ് കോസ്റ്റ് എന്തായി, 100/3, 33 പോയിന്റ് സംതിങ് ആയി. then നാലാമത് ഒരാളെയും ഞാൻ കൂട്ടി. then ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്തു, 100/4, 25. അഞ്ചാമത് ഒരാളെയും കൂടി ഞാൻ കാറിൽ ആഡ് ചെയ്തു. കാരണം 5 പേര് വളരെ ഒപ്റ്റിമം. അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് മീൻസ് കാറിൻ്റെ കപ്പാസിറ്റി 5 പേരുണ്ട്. ഞാൻ 5 പേരെയും കൂട്ടി. then ആവറേജ് കോസ്റ്റ് എത്രയായി, 20 രൂപയായിട്ട് കുറഞ്ഞു. ദാറ്റ് ഈസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, അത് നിങ്ങൾ ഫേമിലേക്ക് കണക്ട് ചെയ്യുക കേട്ടോ. റൈറ്റ്. ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ ആണെങ്കിൽ എന്താണ്, കാറിലേക്ക് ഞാൻ 6-മതും 7-മതും 8-മതും 9-മത്തെ ആളൊക്കെ ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, എനിക്കെല്ലാവരും മാനേജ് ചെയ്യാൻ പറ്റില്ല, സൂപ്പർവൈസ് ചെയ്യാൻ പറ്റില്ല, കണക്ഷൻ ഉണ്ടാവില്ല, കാറിൻ്റെ എന്താണ് കയറ്റം വലിക്കൂല, കാറിൻ്റെ പാർട്സൊക്കെ ഒത്തിരി ഇളകിപ്പോവും, കാറ് ഡാമേജ് ആവും, കാറ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഓട്ടം നിർത്തി കാറ് ഡാമേജ് ആയിട്ട് ലോസ് ആവാൻ സാധ്യതയുണ്ട്.
ആ ഭാഗമാണ് എന്ത് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, നിങ്ങളത് കണക്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. സി ഹിയർ ആവറേജ് കോസ്റ്റ് ഈസ് ഇൻക്രീസിങ് ബിക്കോസ് ഓഫ് an increase in the scale of production. Okay, what are the major types of diseconomies of scale? നമുക്ക് നോക്കാം. We can simply say the major causes or types of diseconomies of scale. We can see managerial complexities. കാരണം the ഫേമിൻ്റെ സൈസ് കൂടുമ്പോൾ മാനേജ് ചെയ്യാൻ ഒത്തിരി പാടാണ്, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആളുകളെ സൂപ്പർവൈസറായിട്ടും അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് അവിടെ എന്താണ് എഫിഷ്യൻസി കുറയും. മാനേജീരിയൽ കോംപ്ലക്സിറ്റീസ്. ദെൻ സൂപ്പർവിഷണൽ പ്രോബ്ലംസ്, നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ കഴിയില്ല, മാനേജ് ചെയ്യാൻ കഴിയില്ല. കോർഡിനേഷൻ പ്രോബ്ലം. ഓക്കെ, ദെൻ മൊണോപ്പൊളി എലമെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, contamination of water, problem of traffic congestion or pollution. ഓക്കെ, ഇങ്ങനെയൊക്കെ വരുന്ന എന്താണ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. മാനേജ് ചെയ്യാൻ പാട്, കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, സൂപ്പർവിഷൻ. കാരണം എന്താ, ഫേം അത്രയ്ക്ക് സൈസ് കൂടുതലാണ്, ഫേമിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു സൈസ്, ഒരു പിടുത്തം വിട്ട സൈസ് ആയാലും എന്താണ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണൽ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ പറയും. ഇപ്പോൾ സൂപ്പർവിഷണൽ പ്രോബ്ലം, മാനേജീരിയൽ കോംപ്ലക്സിറ്റീസ്, കോർഡിനേഷൻ പ്രോബ്ലം, ഇതൊക്കെ എന്താണ് ഇന്റേണൽ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. അതുപോലെ എക്സ്റ്റേണൽ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ അല്ലേ, ഔട്ട്സൈഡ് ദ ഫേം. കാരണം എന്താ, വാട്ടർ കണ്ടാമിനേഷൻ, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഓർ എക്കോളജിക്കൽ ഇംബാലൻസസ്. ഓക്കെ, ട്രാഫിക് കൺജഷൻ അല്ലേ, ട്രാഫിക് ബ്ലോക്ക് വരിക, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇതൊക്കെ എന്താണ് എക്സ്റ്റേണൽ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി എക്കോണമീസ് ഓഫ് സ്കെയിലും ഡിസെക്കോണമീസ് ഓഫ് സ്കെയിലും നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാം. ലിസൺ വെരി കെയർഫുള്ളി. സിമ്പിൾ ഫിഗർ. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രാഫ് കൊടുത്താൽ എന്താ പറയുക, ഫുൾ മാർക്ക് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, OX axis represent output, scale of production, and OY axis we can take cost. Then here long run average cost, that is our point. And see, this is the shape of the long run average cost. Long run average cost, long run average cost. Okay, LRAC, long run average cost. Note this term, long run average cost. Okay, this is the curve. Now see the portion like this. See, suppose C1, C2, Q1, Q2. ഒരു സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സി ദീസ് പോർഷൻസ്. ഓക്കെ, ആവറേജ് കോസ്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്യാണ്, ദാറ്റ് ഇസ് നെഗറ്റീവ് സ്ലോപ്പ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഫോളോ ചെയ്യുന്ന ഈ ഏരിയാസിന് വിളിക്കുന്ന പേരാണ് എന്ത്, എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, എക്കോണമീസ് ഓഫ് സ്കെയിൽ. റൈറ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സീ നമ്മൾ ഔട്ട്പുട്ട് Q3 അതേപോലെ Q4 ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, സി യു ക്യാൻ സി ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്കെ, ഇങ്ങനെ ആവറേജ് കോസ്റ്റ് കൂടുന്ന പോർഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സി ദിസ് പോർഷൻ എക്കോണമീസ് ഓഫ് സ്കെയിൽ കാരണം ആവറേജ് കോസ്റ്റ് ഫോളോ ചെയ്യുന്നു. ഇവിടെ എന്താണ് ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ, എന്താണ് ആവറേജ് കോസ്റ്റ് കൂടുന്നു. കാരണം ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ആവറേജ് കോസ്റ്റ് കൂടുന്നു. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്താണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എക്സോസ്റ്റഡ് ആവും, ദെൻ ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഒത്തിരി ഇഷ്യൂസ് ഞാൻ പറഞ്ഞു ഈ ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പറയാറില്ല, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാരണം സ്കെയിൽ ഓഫ് പ്രൊഡക്ഷന് എൻലാർജ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ബട്ട് അതുപോലെ തന്നെ ബിഗ്ഗർ ഈസ് ബെറ്റർ അല്ലേ. ഇവിടെ ഏറ്റവും എക്കോണമീസ് ഓഫ് സ്കെയിലൊക്കെ എന്താണ് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഷീൻസും എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങും എങ്ങനെയാകുമ്പോൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ. ഓക്കെ, സി ദിസ് ഈസ് അബൌട്ട് എക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഓൾസോ ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ. എസ് എ 5 മാർക്ക് 2 മാർക്ക് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യും. അതിലുപരി നല്ല ഒരു മൈക്രോ എക്കണോമിക്സിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി ഉഷാറായിട്ട് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഒരു ഏരിയയും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ ദി കമ്മിങ് വീഡിയോ. താങ്ക് യു.